നമസ്കാരം. ഷെക്കിന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ ജോളി ജോസ്. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളിലേക്ക്. US യൂണിവേഴ്സിറ്റികളിൽ ചേരുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വൻ ഇടിവ് സംഭവിച്ചതായ റിപ്പോർട്ട്. വിസ അപേക്ഷകൾ കൂട്ടത്തോടെ നിരസിക്കപ്പെടുന്നതാണ് വിദേശ പഠനത്തിന് വിലങ്ങുതടിയാകുന്നത്. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയതിനു പിന്നാലെ US പോകുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ 70% ഇടിവ് രേഖപ്പെടുത്തി. വിസ അപ്പോയിന്റ്മെന്റിനുള്ള സ്ലോട്ടുകൾ മരവിപ്പിച്ചതും വിസ അപേക്ഷകൾ നിരസിക്കപ്പെടുന്നതും വർദ്ധിച്ചതുമാണ് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയാൻ കാരണമായതെന്നാണ് സൂചന. 1000-ലധികം അനധികൃത താമസക്കാരായ ഇന്ത്യക്കാരെ ഈ വർഷം US നിന്ന് നാട് കടത്തിയിരുന്നു. വിസ സ്ലോട്ടുകൾ ഘട്ടം ഘട്ടമായി പുറത്തിറക്കുമെന്ന് US അധികൃതർ നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും അത്തരത്തിൽ ലഭിക്കുന്നില്ലെന്നാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പറയുന്നത്. US വിസ ലഭിക്കാതെ വരുന്നതോടെ വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസത്തിനായി മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നതായും റിപ്പോർട്ടുകളുണ്ട്. മാർച്ചിൽ US വിസയ്ക്കായി അപേക്ഷിച്ച പല ഇന്ത്യൻ വിദ്യാർത്ഥികളുടെയും അപേക്ഷ തള്ളിപ്പോയതായി നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതേസമയം ഹൈദരാബാദിലെ US കോൺസുലേറ്റ് ജനറൽ വിസ അപേക്ഷകൾക്കുള്ള സ്ലോട്ടുകൾ പുനരാരംഭിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ വർഷം 3.3 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഇന്ത്യയിൽ നിന്ന് US പഠനത്തിനായി പോയത്. US ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ അയച്ച കണക്കിൽ ഇന്ത്യ ചൈനയെ മറികടന്നിരുന്നു. ഇസ്രായേൽ വിരുദ്ധ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ പുറത്താക്കി കൊളംബിയ സർവകലാശാല. ഫെഡറൽ ഫണ്ടിംഗ് പുനഃസ്ഥാപിക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ച നടക്കുന്നതിനിടയിലാണ് പുതിയ നീക്കം. കഴിഞ്ഞ വർഷം ഇസ്രായേൽ വിരുദ്ധ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയുമായി കൊളംബിയ സർവകലാശാല. വിദ്യാർത്ഥികളുടെ ബിരുദം റദ്ദാക്കുന്നതും ക്യാമ്പസിൽ നിന്ന് പുറത്താക്കുന്നതും ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടതായി സർവകലാശാല അറിയിച്ചു. ഫെഡറൽ ഫണ്ടിംഗ് പുനഃസ്ഥാപിക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടവുമായി ചർച്ച നടക്കുന്നതിനിടയിലാണ് പുതിയ നീക്കം. 80ഓളം കുട്ടികളെ ലക്ഷ്യമിട്ടാണ് നീക്കമെന്നാണ് സൂചന. കഴിഞ്ഞ വർഷത്തെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെ കേന്ദ്രമായിരുന്നു കൊളംബിയ യൂണിവേഴ്സിറ്റി. മെയ് മാസത്തിൽ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ നടന്ന പ്രതിഷേധവും പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒത്തുചേരലിനിടയിൽ നടന്ന ക്യാമ്പയിനുമാണ് നടപടിക്ക് കാരണം. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലൈബ്രറിയിലെ പ്രതിഷേധം തടസ്സമുണ്ടാക്കിയെന്ന് യൂണിവേഴ്സിറ്റി അധികൃതർ പറഞ്ഞു. ഗാസയിലെ ഇസ്രായേൽ യുദ്ധത്തിനെതിരായ പ്രതിഷേധങ്ങളിൽ വേണ്ടത്ര നടപടിയെടുക്കുന്നില്ല എന്ന് ട്രംപ് കൊളംബിയ, ഹാർവാർഡ് തുടങ്ങിയ യൂണിവേഴ്സിറ്റികളെ കുറ്റപ്പെടുത്തിയിരുന്നു. ട്രംപ് ഭരണകൂടം വെട്ടിക്കുറച്ച $400 മില്യൺ ഫെഡറൽ ഫണ്ട് തിരിച്ചെടുക്കാൻ കൊളംബിയ ചർച്ചകൾ നടത്തിയിരുന്നു. അതിന്റെ ഫലമായി യൂണിവേഴ്സിറ്റി $200 മില്യൺ അമേരിക്കൻ സർക്കാരിലേക്ക് അയക്കുകയാണെങ്കിൽ ഫെഡറൽ ഫണ്ടിംഗ് തുടരാൻ തയ്യാറാണ് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു. ഫണ്ട് ചർച്ചകളുടെ ഭാഗമായി ചില നയപരമായ മാറ്റങ്ങൾ വരുത്താൻ യൂണിവേഴ്സിറ്റി സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങുന്നതിന് തുല്യമാണെന്ന് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. UN ജനറൽ അസംബ്ലിയിൽ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ തീരുമാനത്തെ അപലപിച്ച് അമേരിക്കയും ഇസ്രായേലും. സെപ്റ്റംബറിൽ നടക്കുന്ന UN ജനറൽ അസംബ്ലിയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ പലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിക്കാനുള്ള തീരുമാനത്തെ അമേരിക്കയും ഇസ്രായേലും അപലപിച്ചു. പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള ഇമ്മാനുവൽ മാക്രോണിന്റെ പദ്ധതിയെ US ശക്തമായി നിരസിക്കുന്നുവെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. ഈ വീണ്ടുവിചാരമില്ലാത്ത തീരുമാനം ഹമാസിന്റെ പ്രചാരണത്തിന് മാത്രമേ ഉപകരിക്കൂ, സമാധാനത്തിന് തിരിച്ചടിയാകും. ഒക്ടോബർ 7 ഇരകൾക്കുള്ള ഒരു അടിയാണിതെന്നും മാർക്കോ റൂബിയോ പറഞ്ഞു. പലസ്തീൻ രാഷ്ട്രത്തിന്റെ അംഗീകാരം ഭീകരതയ്ക്ക് പ്രതിഫലം നൽകുന്നുവെന്നും ഇസ്രായേലിന്റെ നിലനിൽപ്പിന് ഭീഷണി ഉയർത്തുന്നുവെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പറഞ്ഞു. ഫ്രാൻസിന്റെ നീക്കത്തെ ഇസ്രായേൽ ഉപപ്രധാനമന്ത്രി യാരിവ് ലെവിനും വിമർശിച്ചു. ഇത് ഫ്രഞ്ച് ചരിത്രത്തിലെ ഒരു കറുത്ത പാടും തീവ്രവാദത്തിന് നേരിട്ടുള്ള സഹായവുമാണെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള തന്റെ ആഗ്രഹം മാക്രോൺ പ്രഖ്യാപിക്കുന്നത് ഭീകരതയ്ക്ക് അപമാനകരവും കീഴടങ്ങലുമാണെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു. ഇത് ഹോളോകോസ്റ്റിന് ശേഷമുള്ള ഏറ്റവും ഭീകരമായ കൂട്ടക്കൊല നടത്തിയ ഹമാസിന്റെ കൊലപാതകൾക്കും ബലാസംഖ്യകൾക്കും പ്രതിഫലവും പ്രോത്സാഹനവും നൽകുന്നു. ഈ വിചാരണ സമയത്ത് ഇസ്രായേലിനൊപ്പം നിൽക്കുന്നതിനു പകരം ഫ്രഞ്ച് പ്രസിഡന്റ് അതിനെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഇസ്രായേലിന്റെ സുരക്ഷയെ ദോഷകരമായി ബാധിക്കുന്ന ഒരു പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ലെന്നും കാറ്റ്സ് മുന്നറിയിപ്പ് നൽകി. പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുകയോ അംഗീകരിക്കാൻ പദ്ധതിയിടുകയോ ചെയ്യുന്ന 147 രാജ്യങ്ങളിൽ ഒന്നാണ് ഫ്രാൻസ്. ലോകത്തിലെ ഏറ്റവും വലിയ വികസിത സമ്പദ്വ്യവസ്ഥകളുടെ കൂട്ടായ്മയായ G7-ൽ പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്ന ആദ്യ അംഗമായി ഫ്രാൻസ് മാറും. നിലവിൽ 193 ഐക്യരാഷ്ട്രസഭ അംഗരാജ്യങ്ങളിൽ 147 എണ്ണവും പലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിക്കുന്നവയാണ്. തന്റെ പേപ്പൽ കാലയളവിലെ ആദ്യ അത്ഭുതം സ്ഥിരീകരിച്ച് ലിയോ 14 പാപ്പ. ആദ്യ നോർത്ത് അമേരിക്കൻ പാപ്പ അംഗീകരിക്കുന്ന ആദ്യത്തെ അത്ഭുതം അമേരിക്കയിൽ നിന്ന്. ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടത് സ്പാനിഷ് പുരോഹിതൻ ഫാദർ വലേറി പാരയുടെ മാധ്യസ്ഥതയിൽ റോഡ് ഐലൻഡിൽ നടന്ന അത്ഭുതം. ലിയോ 14 പാപ്പ തന്റെ പേപ്പൽ കാലയളവിലെ ആദ്യത്തെ ഔദ്യോഗിക അത്ഭുതം അംഗീകരിച്ചു. ആദ്യ
നോർത്ത് അമേരിക്കൻ പാപ്പയുടെ ആദ്യത്തെ ഔദ്യോഗിക അംഗീകാരം ലഭിച്ച അത്ഭുതം അമേരിക്കയിലെ റോഡ് ഐലൻഡിൽ നിന്നുള്ളതാണ്. 2007 സ്പാനിഷ് പുരോഹിതനായ ഫാദർ സാൽവഡോർ വലേരപ്പാരയുടെ മധ്യസ്ഥതയിൽ റോഡ് ഐലൻഡിൽ ആശുപത്രിയിൽ നടന്ന അത്ഭുതത്തിനാണ് ലിയോ 14 അംഗീകാരം നൽകിയത്. 2007 ജനുവരി 17 അടിയന്തര സി-സെക്ഷൻ ശസ്ത്രക്രിയ വഴി മാസം തികയും മുൻപേ ജനിച്ച ടൈക്വൻ ഹാൾ എന്ന ശിശു വിളറിയ നീല കലർന്ന പൾസ് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ശിശു. 1 മണിക്കൂർ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിലും ശിശുവിൽ പുരോഗതിയുടെ ലക്ഷണങ്ങളൊന്നും ഉണ്ടായില്ല. മെഡിക്കൽ സംഘം ശ്രമം ഉപേക്ഷിക്കാൻ ഒരുങ്ങുമ്പോൾ സംഘത്തിലുണ്ടായിരുന്ന സ്പാനിഷ് വംശജനായ ഡോക്ടർ ജുവാൻ സാഞ്ചസ് ഈസ്റ്റൻബാൻ തന്റെ മാതാപിതാക്കൾ കുട്ടിക്കാലത്ത് പഠിപ്പിച്ച ഒരു പ്രാർത്ഥന ചൊല്ലി. ഫാദർ വലേര, ഞാൻ സാധ്യമായതെല്ലാം ചെയ്തു. ഇപ്പോൾ നിങ്ങളുടെ ഊഴമാണ്. നിമിഷങ്ങൾക്ക് ശേഷം ഒരു മെഡിക്കൽ ഇടപെടലും കൂടാതെ കുഞ്ഞു ടെക്വാന്റെ ഹൃദയമിടിക്കാൻ തുടങ്ങി. അൽമേരിയ രൂപതയുടെ പത്രക്കുറിപ്പ് പ്രകാരം ഓക്സിജന്റെ ദീർഘകാല അഭാവം മൂലമുണ്ടായ സങ്കീർണതകളിൽ പ്രത്യാഘാതങ്ങളൊന്നുമില്ലാതെ ടെക്വാൻ ആരോഗ്യവാനായി തുടരുന്നു. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ചതായും സുഖമായിരിക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. അത്ഭുതത്തിന് കാരണക്കാരനായി വിശ്വസിക്കപ്പെടുന്ന ഫാദർ സാൽവഡോർ വലേരപ്പാര 1816 ഫെബ്രുവരി 27 ഹുർക്കൽ ഒവേരയിൽ ജനിച്ചു. ഡോക്ടർ സാഞ്ചസ് എസ്റ്റബാനും ഇതേ പട്ടണത്തിൽ ജനിച്ച വ്യക്തിയാണ്. 24-ാം വയസ്സിൽ വൈദികനായി നിയമിതനായ അദ്ദേഹം തന്റെ തീക്ഷ്ണത, വിനയം, അതിരറ്റ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് പേരുകേട്ടവനായിരുന്നു. പരിശുദ്ധ അമ്മയുടെ സമർപ്പിത പുത്രനായ അദ്ദേഹം തന്റെ കാലത്തെ പകർച്ചവ്യാധികളുടെ സമയത്ത് കോളറ രോഗികളെ വീരോചിതമായി പരിചരിച്ചു. വിശുദ്ധിയും സേവനവും കൊണ്ട് അടയാളപ്പെടുത്തിയ ജീവിതത്തിനു ശേഷം 1889 73-ാം വയസ്സിൽ ഫാദർ വെലേര മരിച്ചു. 1991 അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. ജൂൺ 20 ലിയോ 14 മാർപ്പാപ്പ റോഡ് ഐലൻഡിലെ അത്ഭുതം അംഗീകരിച്ചതോടെ ഫാദർ വെലേരയുടെ നാമകരണ നടപടികൾ പുരോഗമിച്ചു. 2026 അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചുരുങ്ങിയ സമയം കൊണ്ട് ജനഹൃദയങ്ങളിൽ ഇടം നേടിയ ലിയോ 14 പാപ്പായെ പ്രതിദിനം തേടിയെത്തുന്നത് 100 കിലോഗ്രാം കത്തുകൾ. വിലാസം അവ്യക്തമോ കൃത്യതയോ ഇല്ലാത്തതായ കത്തുകളെല്ലാം വത്തിക്കാനിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നു. ലിയോ 14 പാപ്പ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നിരവധി കുരുന്നുകൾ കത്തുകളും കുറിപ്പുകളും ചിത്രങ്ങളും അദ്ദേഹത്തിന് കൈമാറുന്ന ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കാറുണ്ട്. എന്നാൽ ദിനംപ്രതി പാപ്പയെ തേടിയെത്തുന്ന കിലോ കണക്കിന് കത്തുകളെക്കുറിച്ചാണ് ഇറ്റാലിയൻ പോസ്റ്റ് ഓഫീസ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. വിലാസം അവ്യക്തമോ കൃത്യമില്ലാത്തതോ ആണെങ്കിൽ പോലും കത്തുകളുടെയും പോസ്റ്റ് കാർഡുകളുടെയും ലക്ഷ്യസ്ഥാനം വ്യക്തമാണ്. അവയെല്ലാം പരിശുദ്ധ പിതാവ് ലിയോ 14 തേടിയുള്ളതാണ്. ഇറ്റാലിയൻ പോസ്റ്റ്മാൻമാർക്ക് വിലാസം അവ്യക്തമാണെന്നത് പ്രശ്നമല്ല. മെയിൽ വത്തിക്കാനിൽ എത്തിക്കണം. പ്രതിദിനം 100 കിലോഗ്രാം മെയിലുകളാണ് പാപ്പയെ തേടി എത്തുന്നതെന്ന് ഇറ്റാലിയൻ പോസ്റ്റ് ഓഫീസിന്റെ സോർട്ടിംഗ് സെന്ററിന്റെ തലവനായ ആന്റണല്ലോ ചിഡീച്ചിമോ പറഞ്ഞു. 2025 മെയ് 8 കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം ഇതൊരു സ്ഥിരം പ്രവണതയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ലോകമെമ്പാടും നിന്ന് കത്തുകൾ വരുന്നു. നിലവിൽ ഏത് രാജ്യമാണ് പാപ്പയ്ക്ക് ഏറ്റവും കൂടുതൽ കത്തുകൾ എഴുതുന്നതെന്ന് നിർണ്ണയിക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും അദ്ദേഹം പറഞ്ഞു. കത്തുകളുടെ ഉള്ളടക്കം മനസ്സിലാക്കാൻ പ്രയാസമാണെന്ന് ആന്റണല്ലോ പറഞ്ഞു. പലപ്പോഴും കവറിലെ ലിഖിതങ്ങൾ ഒരു കുട്ടിയുടെയോ പ്രായമായ ഒരാളുടെയോ വിറയ്ക്കുന്ന കൈയക്ഷരങ്ങളെ സൂചിപ്പിക്കുന്നു. തങ്ങളുടെ ചിന്തകളും അഭ്യർത്ഥനകളും പാപ്പയെ ഏൽപ്പിക്കുന്ന ഒരു പറ്റം നിഷ്കളങ്കരുടെ കത്തുകൾ. ഓരോ പോസ്റ്റ് കാർഡിലും സന്ദേശത്തിലും അത് അയച്ചയാളുടെ വിലയേറിയ സ്നേഹാഭ്യർത്ഥനകൾ അടങ്ങിയിരിക്കുന്നുവെന്നത് ഉറപ്പാണ്. പാപ്പ തീർച്ചയായും അത് അനുഭവിച്ചറിയുന്നു. ട്യൂറിനിലെ തിരുക്കച്ച ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ശാസ്ത്രജ്ഞൻ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക്. പ്രശസ്തനായ പരിസ്ഥിതി ഗവേഷകനും ഊർജ ഉപദേഷ്ടാവുമായ ബിൽ ലൗട്ടയാണ് തന്റെ ഗവേഷണങ്ങൾക്ക് സമാപ്തി എന്നോണം ക്രിസ്തു വിശ്വാസത്തിലേക്ക് കടന്നുവന്നത്. തന്റെ 14-ാമത്തെ വയസ്സിലാണ് യേശു ആരെന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി ഇന്റർനെറ്റിലൂടെ ബിൽ ലൗട്ടോ ടൂറിനിലെ തിരുക്കച്ചയെക്കുറിച്ച് അറിയുന്നത്. ഇറ്റലിയിലെ സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് കത്തീഡ്രലിൽ സൂക്ഷിച്ചിട്ടുള്ള ഈ തിരുക്കച്ച കുരിശുമരണത്തിന് ശേഷം കല്ലറയിൽ സംസ്കരിക്കുന്നതിന് മുൻപ് ഈശോയുടെ ദേഹം പൊതിഞ്ഞ കച്ചയാണെന്നാണ് വിശ്വാസം. ഇതിനെ സാധൂകരിക്കുന്ന തരത്തിൽ കച്ചയിൽ ഈശോയുടെ പീഡനമേറ്റ തിരുശരീരത്തിന്റെയും തിരുമുഖത്തിന്റെയും പ്രതിബിംബം പതിഞ്ഞിട്ടുണ്ട്. കച്ചയ്ക്ക് 2000 വർഷത്തോളം പഴക്കമുള്ളതായും ഗവേഷകർ പറയുന്നു. തിരുക്കച്ചയെക്കുറിച്ച് അറിഞ്ഞതു മുതൽ ഇതിനു പിന്നിലെ ശാസ്ത്രീയമായ വശം അന്വേഷിക്കുകയായിരുന്നു ലൗട്ടോ. തന്റെ എല്ലാ കഴിവുകളും
കഴിവുകളും ദൈവം ഇല്ല എന്ന സാധ്യതയെ ചോദ്യം ചെയ്യാൻ അദ്ദേഹം ഉപയോഗിച്ചു. എന്നാൽ ഇന്ന് അദ്ദേഹം പറയുന്നു, ആ ചിത്രം എങ്ങനെ രൂപപ്പെട്ടു എന്നതിനെക്കുറിച്ച് എനിക്കിപ്പോഴും വിശദീകരിക്കാൻ കഴിയുകയില്ല. എന്നാൽ അത് നോക്കുന്ന എല്ലാവരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സ്വാധീനിക്കപ്പെടുന്നു. ടൂറിനിലെ തിരുക്കച്ചയെക്കുറിച്ചുള്ള പഠനം തനിക്ക് മുൻപെങ്ങുമില്ലാത്ത തരത്തിലുള്ള ദൈവവിശ്വാസം നൽകുന്നുവെന്നും അദ്ദേഹം പറയുന്നു. ഇപ്പോഴും ആളുകൾ തന്റെ അടുത്തു വന്ന് ചോദിക്കാറുണ്ട്, ബിൽ, നീ ഒരു സയന്റിസ്റ്റാണ്, നീ ഇതുപോലുള്ള അത്ഭുതങ്ങളിൽ വിശ്വസിക്കരുതെന്ന്. സത്യം നിഷേധിക്കാനാവില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ടൂറിൻ കച്ചയിലെ ചിത്രത്തിന് വിശദീകരണം നൽകിയാൽ ദൈവത്തെ തള്ളിപ്പറയാമെന്ന് പോലും അദ്ദേഹം വിമർശകരോട് ഒരിക്കൽ പറയുകയുണ്ടായി. ഇന്നും ബിൽ ലൗട്ടോ ശ്രമിക്കുകയാണ് താൻ തിരിച്ചറിഞ്ഞ ക്രിസ്തു എന്ന ദൈവപുത്രനെ പറ്റിയുള്ള സത്യത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ. ആത്മീയ വിപ്ലവത്തിന് വേദിയായി കസാക്കിസ്ഥാൻ. ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യത്ത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ നിശബ്ദമായ വളർച്ച. സ്വപ്നത്തിൽ തന്റെ അടുക്കൽ വന്ന യേശുവിനെ തേടിയിറങ്ങിയ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച ഗുൽനിസ എന്ന യുവതിയുടെ സാക്ഷ്യം എടുത്തു പറയേണ്ടതാണ്. നിശബ്ദമായ ഒരു ക്രിസ്തീയ ആത്മീയ വിപ്ലവത്തിന് വേദിയായിരിക്കുകയാണ് കസാക്കിസ്ഥാന്റെ വിദൂര കോണുകൾ. കാലങ്ങളായി ഇസ്ലാമിക പാരമ്പര്യങ്ങൾ പിന്തുടരുന്ന ഉയ്റൂഗുകൾ എന്ന വംശജർ പുതിയൊരു ആത്മീയ പാത കണ്ടെത്തുകയാണ്. ക്രൈസ്തവ വിശ്വാസത്തിലേക്കുള്ള ആ പാത അവരുടെ ലോകത്തെ തന്നെ മാറ്റിമറിക്കുകയാണ്. മധ്യേഷ്യയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കസാക്കിസ്ഥാൻ ലോകത്തിലെ ഏറ്റവും വലിയ കരയാൽ ചുറ്റപ്പെട്ട രാജ്യമാണ്. ചൈനയിൽ നിന്ന് ഒരു കല്ലേറ് ദൂരെ രാജ്യത്തിന്റെ തെക്ക് കിഴക്കൻ ഭാഗത്ത് തലമുറകളായി താമസിച്ചിരിക്കുന്ന ഉയ്ഗൂറുകൾക്കിടയിൽ രൂപപ്പെട്ടിരിക്കുന്ന ക്രൈസ്തവ വിശ്വാസ വെളിച്ചത്തിന്റെ റിപ്പോർട്ടുകൾ CBN ന്യൂസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സുവിശേഷം എത്താത്ത ഏകദേശം 25 ഉയ്റൂർ ഗ്രാമങ്ങൾ ഇനിയും ഇവിടെയുണ്ടെന്ന് ഉയ്റൂർ സുവിശേഷകനായ റിക്കോ CBN ന്യൂസിനോട് പറഞ്ഞു. റിക്കോ ഈ പ്രദേശത്ത് ജനിച്ചു വളർന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കുടുംബം കസാക്കിസ്ഥാനിലും ചൈനയിലും വർഷങ്ങളോളം ചെലവഴിച്ചു. ഇന്ന് ക്രിസ്തുവിന്റെ സുവിശേഷവുമായി ഉയ്ഗൂർ ജനതയുടെ അടുത്തെത്തുന്നു. കൂടുതൽ ഉയ്ഗൂറുകൾ ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുന്നു. വ്യക്തിപരമായ പരിവർത്തനങ്ങളിലൂടെയും മറ്റുള്ളവരിൽ നിന്നും തിരിച്ചറിഞ്ഞ സുവിശേഷത്തിലൂടെയും ഇന്ന് നിരവധി പേർ ക്രിസ്തുവിന്റെ അനുയായികളാണ്. ഏകദേശം 3 ലക്ഷം ഉയ്ഗൂറുകൾ താമസിക്കുന്ന ഈ രാജ്യത്ത് ഇന്ന് 300ഓളം പേർ ക്രൈസ്തവ വിശ്വാസികളാണ്, റിക്കോ പറഞ്ഞു. ഇത്തരത്തിൽ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച ഗുൽനിസയുടെ കഥ അമ്പരപ്പിക്കുന്നതാണ്. ഒരു ഇസ്ലാം മതവിശ്വാസിയായ ഗുൽനിസ 5 വർഷമായി വിട്ടുമാറാത്ത രോഗവുമായി മല്ലിട്ടു. അവർ തന്റെ അനുഭവം പങ്കുവച്ചത് ഇപ്രകാരമാണ്. 5 വർഷത്തോളം വീട് വിട്ട് പുറത്തുപോലും പോകാൻ കഴിയാത്ത വിധം അവർ രോഗാവസ്ഥയിലായിരുന്നു. അവർ തന്റെ രോഗവിമുക്തിക്കായി തന്റെ മതവിശ്വാസപ്രകാരം പ്രാർത്ഥനകൾ നടത്തി. പക്ഷെ രോഗം പൂർവ്വസ്ഥിതിയിൽ തുടർന്നു. എന്നാൽ പിന്നീട് തന്റെ ജീവിതത്തിലുണ്ടായ അത്ഭുതകരമായ മാറ്റത്തെക്കുറിച്ച് ഗുൽനിസ പങ്കുവച്ചു. യേശു തന്നെ സ്വപ്നത്തിൽ തന്റെ അടുത്ത് വന്ന് തന്നെ നോക്കി പുഞ്ചിരിച്ചു. യേശു ആരാണെന്നറിയില്ലായിരുന്ന ഗുൽനിസ അവനെ കണ്ടെത്താൻ ദൃഢനിശ്ചയത്തോടെ മുന്നിട്ടിറങ്ങി. അവൾ ഓൺലൈനിൽ യേശുവിന്റെ ചിത്രങ്ങൾക്കായി തിരഞ്ഞു. വെളുത്ത വസ്ത്രം ധരിച്ച് തിളക്കമുള്ള വെളിച്ചം പുറപ്പെടുന്ന തന്റെ സ്വപ്നത്തിലെ മനുഷ്യൻ യേശു തന്നെയാണെന്ന് അപ്പോൾ അവൾ മനസ്സിലാക്കി. ഇന്നവൾ ഒരു ക്രൈസ്തവ കൂട്ടായ്മയിലെ അംഗമാണ്. തങ്ങൾ കണ്ടെത്തി വിശ്വസിക്കുന്ന ക്രിസ്തുവിനെ അനേകരിലേക്ക് പകർന്നു നൽകുന്ന നിരവധി സുവിശേഷ പ്രഘോഷകരും കസാക്കിസ്ഥാന്റെ ഈ മണ്ണിലുണ്ട്. അവരുടെ വിശ്വാസ സാക്ഷ്യം കൂടിയാണ് ഉയ്റൂർ ജനതയ്ക്കിടയിലെ ഈ വിശ്വാസ പരിവർത്തനം. ഉയ്റൂർ ജനതയുടെ ഹൃദയങ്ങളിൽ വിശ്വാസത്തിന്റെ വിത്തുകൾ വളരുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. കസാക്കിസ്ഥാന്റെ ഈ വിശാലമായ നാട്ടിൽ ദൈവത്തിന്റെ സാന്നിധ്യം നിഷേധിക്കാനാവാത്തതാണ്. പരിവർത്തനത്തിന്റെ യാത്രയുടെ ഒരു തുടക്കം മാത്രമാണിപ്പോൾ സംഭവിക്കുന്നത്. ആഭ്യന്തര സംഘർഷങ്ങൾക്കിടയിൽ സിറിയയിൽ പാസ്റ്ററും 20 ബന്ധുക്കളും കൊല്ലപ്പെട്ടു. സിറിയയിലെ സുവൈദ ഗവർണറേറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങൾ ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ഉന്മൂലന യുദ്ധമാണെന്ന് സുവൈദയിലെ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭാ നേതൃത്വം അന്താരാഷ്ട്ര ഇടപെടലിനായി അഭ്യർത്ഥിക്കുന്നതായും സഭാ നേതൃത്വം പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. സിറിയയിലെ സുവൈദ ഗവർണറേറ്റിൽ നടക്കുന്നത് തീവ്രവാദ കൂട്ടക്കൊലകളാണെന്നും അടിയന്തരമായി ഈ അക്രമം അവസാനിപ്പിക്കാൻ ഇടപെടണമെന്നും ആവശ്യപ്പെട്ട് പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ് സിറിയയിലെ ഗ്രീക്ക് ഓർത്തഡോക്സ് ക്രിസ്ത്യൻ സഭാ നേതൃത്വം. സുവൈദ ഗവർണറേറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിനിടയിൽ സിറിയയിൽ പാസ്റ്ററെയും 20 കുടുംബാംഗങ്ങളെയും കൂട്ടക്കൊല ചെയ്ത ഞെട്ടിക്കുന്ന വാർത്തയും പുറത്തുവന്നിട്ടുണ്ട്. സുവൈദയിലെ ഗുഡ് ഷെഫേർഡ് ഇവാഞ്ചലിക്കൽ ചർച്ചിന്റെ നേതാവായ പാസ്റ്റർ ഖാലിദ് മെഷറാണ് 20ഓളം കുടുംബാംഗങ്ങളോടൊപ്പം വാരാന്ത്യത്തിൽ കൊല്ലപ്പെട്ടത്. ഇരകളിൽ അദ്ദേഹത്തിന്റെ
ഡ്രൂസിന്റെ മാതാപിതാക്കളും സഹോദരങ്ങളും അവരുടെ കുട്ടികളും ഉൾപ്പെടുന്നു. ഡ്രൂസ് സമുദായത്തിൽ നിന്നുള്ള മെഷർ വർഷങ്ങൾക്ക് മുൻപ് തന്റെ മുഴുവൻ കുടുംബത്തോടൊപ്പം ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്തതായാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സമീപകാല വിഭാഗീയ സംഘർഷങ്ങളിൽ 250-ലധികം പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് സിറിയൻ ഓർത്തഡോക്സ് സഭ തിങ്കളാഴ്ച അടിയന്തര അപ്പീൽ നൽകിയിരുന്നു. മേഖലയിലെ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ ഈ ക്രൂരതയെ അപലപിച്ചു. സുവൈദയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കിരാത യുദ്ധമാണെന്നും അത് പ്രായഭേദമന്യേ ആളുകളെ കൊലപ്പെടുത്തുകയാണെന്നും അന്താരാഷ്ട്ര സമൂഹത്തോടും ഐക്യരാഷ്ട്രസഭയോടും സഹായം അഭ്യർത്ഥിക്കുന്ന ഈ നിലവിളി ലോകം മുഴുവൻ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നതുമായുള്ള വാക്കുകളോടെയാണ് ഗ്രീക്ക് ഓർത്തഡോക്സ് സഭാ നേതൃത്വം പുറപ്പെടുവിച്ച പ്രസ്താവന അവസാനിക്കുന്നത്. തുടർച്ചയായ കൂട്ടക്കൊലകൾ തടയാൻ ആഗോള പ്രാർത്ഥനയും നടപടിയും ആവശ്യപ്പെടുകയും ചെയ്യുന്നു. തെക്കൻ സിറിയയിൽ വർദ്ധിച്ചുവരുന്ന വിഭാഗീയ സംഘർഷങ്ങൾക്കിടയിലാണ് കൊലപാതകങ്ങൾ നടക്കുന്നത്. US മധ്യസ്ഥതയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും കഴിഞ്ഞ ആഴ്ചയിൽ മാത്രം 250-ലധികം പേർ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. നൈജീരിയയിൽ വീണ്ടും ക്രൈസ്തവ കൂട്ടക്കൊല. ഭീകരർ നടത്തിയ അക്രമത്തിൽ 200-ലധികം പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കൊല്ലപ്പെട്ടവരിൽ കുഞ്ഞുങ്ങളും സ്ത്രീകളും ഉൾപ്പെടുന്നു. നൈജീരിയയിലെ ബെനുവെ സംസ്ഥാനത്തെ യെൽവാട്ടെ ഗ്രാമത്തിൽ ക്രൈസ്തവ വിശ്വാസികൾ അഭയം തേടിയ താമസ കേന്ദ്രത്തിൽ നടന്ന ക്രൂരമായ അക്രമത്തിൽ 200-ലധികം നിരപരാധികൾ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ജൂൺ 13 രാത്രി ആയുധധാരികളായ ഫുലാനി ഇസ്ലാം തീവ്രവാദികൾ ഇവിടുത്തെ അഭയാർത്ഥികളുടെ താൽക്കാലിക ക്യാമ്പിലേക്ക് അക്രമം നടത്തുകയായിരുന്നു. രാത്രി കിടന്നുറങ്ങുകയായിരുന്ന 500-ലധികം പേർ അക്രമത്തിന്റെ ഇരകളായി. ഭീകരർ ഇസ്ലാമിക മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് താമസ സ്ഥലങ്ങൾ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയും രക്ഷപ്പെടാൻ ശ്രമിച്ചവരെ വെടിയുതിർത്ത് കൊല്ലുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ പറയുന്നു. കൊല്ലപ്പെട്ടവരിൽ സ്ത്രീകളും കുഞ്ഞുങ്ങളുമുണ്ട്. സംഭവത്തെ മനുഷ്യാവകാശ സംഘടനകളും ക്രൈസ്തവ സഭ നേതാക്കളും ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സംഘടനകളും ശക്തമായി അപലപിച്ചു. കോങ്കോയിൽ വൻ ക്രൈസ്തവ വിരുദ്ധത. കോങ്കോയിലെ സെയിന്റ് ജോൺ ഓഫ് കാപ്പിസ്ട്രോനോ കത്തോലിക്ക ദേവാലയത്തിലെ വിശുദ്ധ വസ്തുക്കൾ അവഹേളിച്ചു. തിരുവോസ്തി തറയിൽ വലിച്ചെറിഞ്ഞും മരിയൻ ദേവാലയം കൊള്ളയടിച്ചും അക്രമികളുടെ വേട്ട. കോങ്കോ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിന്റെ കിഴക്കൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന കത്തോലിക്ക ദേവാലയത്തിന് നേരെ അക്രമികളുടെ കൊടും ക്രൂരത. കോങ്കോ ദേശീയ സൈന്യവും പുതുതായി രൂപീകരിക്കപ്പെട്ട സായുധ സംഘവും തമ്മിലുള്ള ഏറ്റുമുട്ടലിലാണ് കോങ്കോ സൈന്യത്തിന്റെ പിന്തുണയുള്ള കത്തോലിക്ക ദേവാലയത്തിന് നേരെ ആക്രമണം ഉണ്ടായത്. ഇറ്റൂറി പ്രവിശ്യയിലെ ലോപ്പയിൽ സ്ഥിതി ചെയ്യുന്ന സെയിന്റ് ജോൺ ഓഫ് കാപ്പിസ്ട്രാനോ ദേവാലയം ജൂലൈ 21-നാണ് ആക്രമിക്കപ്പെട്ടത്. ബുനിയ രൂപതയിലെ നീതിക്കും സമാധാനത്തിനു വേണ്ടിയുള്ള കമ്മീഷൻ പുറത്തിറക്കിയ പ്രസ്താവന പ്രകാരം അക്രമികൾ പ്രാദേശിക സായുധ സംഘത്തിൽപ്പെട്ടവരായിരുന്നു. അവർ ദേവാലയത്തെ അവഹേളിക്കുകയും തിരുവോസ്തി നിലത്തെറിയുകയും മരിയൻ ദേവാലയം കൊള്ളയടിക്കുകയും തിരുവസ്ത്രങ്ങൾ, മറ്റു വിശുദ്ധ വസ്തുക്കൾ എന്നിവ നശിപ്പിക്കുകയും ചെയ്തു. രൂപത കമ്മീഷൻ ഫോർ ജസ്റ്റിസ് ആൻഡ് പീസിന്റെ ഡയറക്ടർ ഫാദർ ക്രിസാൻഡെ എങ്കാവുലിഡ്ജ ആക്രമണത്തെ ശക്തമായി അപലപിച്ചു. തർക്കങ്ങളുടെ സമാധാനപരമായ പരിഹാരത്തിന് പ്രതിജ്ഞാബദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് വിദ്വേഷം ഉപേക്ഷിച്ച് സമാധാനം തിരഞ്ഞെടുക്കാൻ അദ്ദേഹം ഇറ്റൂരിയിലെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഹൃദയങ്ങളുടെ പരിവർത്തനത്തിനും ഭിന്നിച്ച ആത്മാക്കളുടെ അനുരഞ്ജനത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ മഗ്ദലേന മറിയത്തിന്റെ മധ്യസ്ഥതയിൽ അദ്ദേഹം പ്രദേശത്തെ ഭരമേൽപ്പിച്ചു. പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന വംശീയ സംഘർഷത്തിന്റെ പ്രഭവ കേന്ദ്രമാണ് ഇറ്റൂരി. ഷെക്കീന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ട് അപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.